നമസ്കാരം, ശില്പയാണ്. കഴിഞ്ഞ സ്ലൈഡിൽ എന്താണ് ഡിസ്ബയോസിസ് എന്നും അതുകൊണ്ട് എങ്ങനെയാണ് അസുഖങ്ങൾ വരുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് ഈ ഡിസ്ബയോസിസ് എന്ന രോഗത്തിൽ എങ്ങനെയാണ് ആയുർവേദ രീതിയാ ചികിത്സ ചെയ്യുന്നത് എന്ന് പറയാം. ആയുർവേദത്തിൽ ദഹനശക്തിയുടെ കുറവ് കൊണ്ടാണ് ഡിസ്ബയോസിസ് വരുന്നത്. അഗ്നിമാന്ദ്യം കാരണം ശരീരത്ത് ആമം ഉണ്ടാവുകയും ഗ്രഹണി എന്ന് പറയുന്ന നമ്മുടെ ആമാശയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സ്രോതോരോധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് വരികയും ചെയ്യുകയാണ്. ഗട്ട് ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും പ്രോബയോട്ടിക്സും പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയും സ്ട്രെസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും ഉറക്കം കറക്റ്റ് ആവുകയും ചെയ്യണം. അടുത്തതായി ആയുർവേദത്തിൽ എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ ഓഫ് ചോയ്സ് എപ്പോഴും ചൂർണങ്ങളാണ്. ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലേഷൻസ് ആണ് ചൂർണങ്ങൾ. ഔഷധങ്ങൾ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന ഈ ചൂർണങ്ങൾ ആളുടെ പ്രകൃതിക്കനുസരിച്ച് എന്ത് മരുന്നിൽ ചേർത്ത് കൊടുക്കാമെന്ന് തീരുമാനിക്കും. വാദപ്രകൃതിയുള്ള ഒരാൾക്ക് തൈലത്തിലും, പിത്തപ്രകൃതിയുള്ള ഒരാൾ പാലിലും, കഫപ്രകൃതിയുള്ള ഒരാൾക്ക് തേനിലും ഈ ചൂർണങ്ങൾ ചേർത്ത് കൊടുക്കാം. കോമൺ ആയിട്ട് കൊടുക്കുന്ന ചൂർണങ്ങൾ അഷ്ടചൂർണം, ജീരക ചൂർണം, ത്രികടു ചൂർണം, മുസ്താ ചൂർണം, രജന്യാദി ചൂർണം, അവിപത്തി ചൂർണം, പഞ്ചകോല ചൂർണം, ബൃഹത് വൈശ്വാനര ചൂർണം തുടങ്ങിയവയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ കഷായങ്ങളാണ് കൊടുക്കുക. കഷായം എന്നാൽ ഔഷധ സസ്യങ്ങൾ ഉണക്കിപ്പൊടിച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. അവ ഡയറക്റ്റ് ആയിട്ട് അഗ്നിയിലും അന്നവഹ സ്രോതസ്സിലും വർക്ക് ചെയ്യും. പക്ഷേ ഇവ കുറച്ച് സമയം മാത്രമേ നമ്മളെ വയറുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയുള്ളൂ. കഷായങ്ങളുടെ ആക്ഷൻ പൊതുവെ ക്ലെൻസിങ് ആണ്. ഈ അവസ്ഥയിൽ കൂടുതലായി കൊടുക്കുന്ന കഷായങ്ങൾ പാചനാമൃതം, അമൃതോത്തരം, ചിരുവില്വാദി, ഗന്ധർവഹസ്താദി, ബലാപുനർനവാദി, ഷഡംഗം, ഗുളൂച്ചിയാദി തുടങ്ങിയ കഷായങ്ങളാണ്. അടുത്ത ഘട്ടത്തിൽ രോഗിക്ക് കൊടുക്കുന്നത് അരിഷ്ടങ്ങളാണ്. സന്താനകൽപ്പന പ്രകാരം പുളിപ്പിച്ചുണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ് ആയ ഈ അരിഷ്ടങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആകിരണ ശേഷിയും ബയോ അവൈലബിലിറ്റിയും ഉണ്ട്. ഈ ഗുണത്തിന് യോഗവാഹിത്വം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇവ രസരക്ത മാംസധാതുക്കളുടെ ലെവലിലാണ് പരിപോഷിപ്പിക്കുന്നത്. പൊതുവെ ഡിസ്ബയോസിസിന് കൊടുക്കുന്ന അരിഷ്ടങ്ങൾ തക്രാരിഷ്ടം, അഭയാരിഷ്ടം, ദശമൂലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, പിപ്പല്യാസവം, മുസ്താരിഷ്ടം, മധുകാസവം, മൃദ്വികാസവം തുടങ്ങിയവയാണ്. നാലാം ഘട്ടം ലേഹ്യങ്ങളുടെ സമയമാണ്. സെമി സോളിഡ് പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള ലേഹ്യങ്ങൾ മധുരമാണ്, രുചികരമാണ്, വളരെയധികം സപ്പോർട്ടിംഗ് ആക്ഷനാണ്. ഈ അവസ്ഥയിൽ കൊടുക്കുന്ന ലേഹ്യങ്ങൾ ദ്രാക്ഷാദി ലേഹ്യം, കൂഷ്മാണ്ഡവലേഹം, അശ്വഗന്ധാദി ലേഹ്യം, ചവനപ്രാശം തുടങ്ങിയവയാണ്. ഡിസ്ബയോസിസ് എന്ന അഗ്നിമാന്ദ്യത്തിൽ അവസാന ഘട്ടത്തിൽ അഗ്നി കറക്ഷൻ നടന്നതിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ട മരുന്നാണ് ഘൃതങ്ങൾ. ഔഷധമായ നെയ്കൾ വളരെ സ്നേഹന ഗുണമുള്ളവയും നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ സപ്പോർട്ട് ചെയ്ത് ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്നവയുമാണ്. പക്ഷേ വിശപ്പില്ലാത്ത ആളുകൾക്ക് നെയ്യ് കൊടുക്കാറില്ല. ഡിസ്ബയോസിസ് എന്ന രോഗാവസ്ഥയിൽ ഏറ്റവും ഇഫക്റ്റീവായി കൊടുത്തു കണ്ടിട്ടുള്ള ചില നെയ്യുകൾ ഇന്ദുകാന്തം ഘൃതം, പഞ്ചകോല ഘൃതം, ബ്രഹ്മി ഘൃതം, തിക്തകം, മഹാതിക്തകം നെയ്യുകൾ, പടോലാദി ഘൃതം എന്നിവയാണ്. രത്നച്ചുരുക്കത്തിൽ ഗട്ടിന്റെ ഇംബാലൻസിനെ നമ്മൾ ഡിസ്ബയോസിസ് എന്ന് വിളിക്കുകയും ഈ ഡിസ്ബയോസിസ് മൂലം നമുക്ക് ശരീരത്തിൽ അഗ്നിമാന്ദ്യവും ആമവും ഒട്ടനവധി അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയായി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗട്ടിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെയും മെറ്റബോളിസത്തിനെയും മെന്റൽ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഗട്ട് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഗട്ട് ഹീലിംഗ് എന്നുള്ള അവസ്ഥയെ പറ്റി നല്ല രീതിയിലുള്ള അവബോധം ഉണ്ടായിരിക്കണം. നമ്മൾ വിചാരിക്കുന്ന പല അസുഖങ്ങളുടെ ഒറിജിൻ സത്യം പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ നിന്നാണെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ വയറ് ശുദ്ധമാണെങ്കിൽ നമ്മുടെ ശരീരവും ശുദ്ധമാകുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വാർത്തകൾക്കായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി.